പത്തനങ്ങൾ ഇറങ്ങിയ തണ്ണീർമത്തം ഇറങ്ങിയ സമയത്ത് അതൊരു ട്രെൻഡിങ് ആയിരുന്നു. അതിലെ പാട്ടുകളായാലും അതിലെ സീനുകളായാലും നിങ്ങളുടെ മാത്യു ആ കോംബോ ഏറ്റവും കൂടുതൽ വൈറലായിരുന്നു. എനിക്ക് ഈ സിനിമ ഇറങ്ങുമ്പോൾ ചിലപ്പോൾ ഈ കോംബോയും ആ സ്കൂൾ ഡേയ്സിലും ഇതൊക്കെ ആയിരിക്കും ഇച്ചിരി വൈറലാവാൻ ചാൻസ് കൂടുതൽ. വീണ്ടും ഒരു സ്കൂൾ ലവ് അങ്ങനെ ഒരു വരാൻ ചാൻസ് ഉണ്ടോ? ഹോപ്പ്ഫുള്ളി അത് അങ്ങനെ വന്നാൽ നന്നായി. വരേണ്ട സാധ്യതകളുണ്ട്. വന്നാൽ നന്നായിരുന്നു. ഈ പറഞ്ഞ പോലെ സ്കൂളിലെ ചില ഇന്നസെൻസ് കാണിക്കുന്ന കുറെ നർമ്മ മുഹൂർത്തങ്ങൾ സിനിമയിലുണ്ട്. അപ്പൊ അത് വന്നാൽ വളരെ വളരെ നന്നായിരിക്കും. അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട് തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ തമിഴിൽ ഇപ്പൊ മൂന്നാമത്തെ ചിത്രമാണ് ചെയ്യുന്നത് അല്ലെ? ഇപ്പൊ ആദ്യത്തെ ഇപ്പൊ രാജേഷൻ തഗ് ഇപ്പം ഇതിലോ മൂന്ന് ടൈപ്പാണ്. അതായത് സ്കൂൾ കാലഘട്ടം ഉണ്ടായിരുന്നു, കുറച്ചുകൂടെ യൂത്ത് ആയിട്ടുള്ള കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള റോള്, ഇപ്പം ഇങ്ങനത്തെ ഒരു റോള്. അപ്പം ചെയ്യുന്ന കഥാപാത്രങ്ങൾ എൻ്റെ ഓഡിയൻസുമായിട്ട് കണക്റ്റഡ് ആവണോ, അല്ലെങ്കിൽ എത്രത്തോളം സീരിയസ് ആണെന്നുള്ളത് ഇപ്പോഴും കോൺഷ്യസ് ആണോ? ഞാൻ ഇപ്പോൾ തക്സും റാങ്കി ചെയ്തത് ഞാൻ എൻ്റെ രണ്ടാമത്തെ സിനിമയായിട്ടാണ്. സുജാത കഴിഞ്ഞ് ഞാൻ ചെയ്യുന്നത് റാങ്കിയാണ്. അത് 7-8 വർഷം മുന്നെയാണ്. അപ്പോൾ ആ സമയത്ത് എനിക്കൊരു തമിഴ് പടം വന്നപ്പോൾ ഞാൻ അങ്ങനെ എക്സൈറ്റ്മെന്റിൽ ഞാൻ പോയതാണ്. അധികം ഞാൻ ഭയങ്കര കോൺഷ്യസ് ആയിരുന്നില്ല. ക്യാരക്ടർ എത്രത്തോളം ആൾക്കാരുടെ ഇടയിൽ ഇറങ്ങും, അത് സീരിയസ് റോളാണോ കോമഡി റോളാണോ എന്ന് ഞാനൊന്നും കോൺഷ്യസ് ആയിട്ടില്ല. ഒരു എക്സൈറ്റ്മെന്റിൽ ഞാൻ പോയതാണ്. തക്സും എനിക്ക് ബൃന്ദാ മാസ്റ്റർ എനിക്ക് പരിചയമുള്ളത് കൊണ്ട് അങ്ങനെ ഒരു പാർട്ടാവണം എന്നുള്ളത് കൊണ്ട് പോയതാണ്. പിന്നെ ഞാൻ ഇപ്പോഴാണ് എനിക്ക് ആ ക്യാരക്ടറെ പറ്റി ഞാൻ ആലോചിച്ച് ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പോഴാണ്, റീസെന്റ് ആണ്. അപ്പൊ എനിക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടർ, നല്ലൊരു ക്യാരക്ടറിന്റെ അടുത്തേക്ക് എത്തി. അപ്പൊ ഇത് എനിക്ക് തോന്നുന്നത് ഓഡിയൻസിന്റെ അടുത്ത് കണക്ട് ചെയ്യാനുള്ള നല്ലൊരു ക്യാരക്ടറാണ്, നല്ലൊരു സിനിമയും അതിന് പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് അറിഞ്ഞപ്പോ ഇപ്പൊ യെസ്, അങ്ങനെയാണ് ഞാൻ ഈ പടം ചൂസ് ചെയ്തതും. ഇപ്പൊ ഞാൻ അത് നോക്കുന്നുണ്ട്. എനിക്ക് മുന്നേ ഞാൻ അത്രയും എന്താ പറയാ, അത്രയും ബുദ്ധി ഉണ്ടായിരുന്നില്ല എന്ന് അത് ആലോചിക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അത് ഞാനത് കോൺഷ്യസ് ആയി നോക്കി തുടങ്ങിക്കൊണ്ടിരുന്നത്.